ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിന്നു. കുഞ്ഞൂസ് ആൻഡ് അമ്മൂസ് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. എനിക്കൊരു ഇളയ ആളുണ്ട്. കുഞ്ഞിനെ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി നിർബന്ധമായിരുന്നു. അവയ്ക്ക് പനിയായിരുന്നു. അപ്പം എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കുന്ന ബുക്ക് വെച്ചിട്ട് അതിൽ മെയിൻ പോയിൻ്റ് അടയാളപ്പെടുത്തി കാണിച്ചുകൊണ്ട് പഠിപ്പിച്ചെടുക്കുക. അതിൽ നോട്ട് പ്രിപ്പറേഷനും എൻ്റെ പഠിത്തവും ഇതും എല്ലാം കൂടി എനിക്ക് നടക്കുന്നില്ല. അപ്പം ഞാൻ വെച്ച് ഞാൻ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടായി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ബാക്കി പോർഷനിലേക്ക് കിടക്കാം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. സ്വരാജ് പാർട്ടിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തിൻ്റെ സ്വരാജ് പാർട്ടി എന്ന ഭാഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ CR ദാസും മോത്തിലാൽ നെഹ്റു. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികൾ ആക്കണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ നമ്മൾ നോക്കിയത് സ്വരാജ് പാർട്ടിയാണ്. അത് 1923 രൂപം കൊണ്ടത്. ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ്. ആരാണ് പാർട്ടിക്ക് രൂപം നൽകിയത്? CR ദാസും മോത്തിലാൽ നെഹ്റു. അതിൽ പ്രധാനമായി പറയുന്ന ആ വാചകം മിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികൾ ആക്കണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടി. അതിങ്ങനെ ഈ വാക്ക് നമ്മൾ ഈ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നെ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. അടുത്തതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് 1923. എവിടുത്തെ വിപ്ലവകാരികളാണ്? പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രധാന നേതാക്കൾ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുമ്പായിട്ട് നമുക്ക് ഒരെണ്ണം പഠിക്കാനാണ്. അത് എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് വട്ടമേശ സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് 1930 മുതൽ 32 വരെയാണ്. അത് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷങ്ങളാണ് 1930, 1931, 1932. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലമാണ് ജെയിംസ് പാലസ്. ജെയിംസ് പാലസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലാണ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ജെയിംസ് പാലസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഗാന്ധിജി ആയിരുന്നു. വട്ടമേശ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് എൻ്റെ കയ്യിലില്ല. ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത നോട്ടിലായിട്ട് അത് ചേർക്കുന്നതായിരിക്കും. അടുത്തത് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ 1942 ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷമാണ്. 1942 ഓഗസ്റ്റ് 8. 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകിയ വർഷം. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടെ കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം.
ഇത്രയും ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി പറഞ്ഞ ഒരു സംഭാഷണമാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രരാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. ഇത് PSC പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു വാചകമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തയാണ് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. കോൺഗ്രസ് വിട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. രാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയാണ് അതിൻ്റെ INA എന്ന് ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. INA എന്നാണ്. അത് മിക്ക പരീക്ഷകളിലും INA എന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലമായിരുന്നു സിംഗപ്പൂർ. INAയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻ്റ് ആയിരുന്നു. INAയുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. അദ്ദേഹം മലയാളിയായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് ഇംഫാൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വാഞ്ചി അയ്യരെക്കുറിച്ചും അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു വാഞ്ചി അയ്യർ. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മാനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്നു റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ.